നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്തവുമായ നിയമത്തിനും യോജിച്ചതല്ല ഈ പ്രവൃത്തി എന്ന് മൊഴി നൽകി. അപ്പൊ അവൻ എന്താണ് ആഗ്രഹിച്ചത്? ആ ഉറച്ച വിശ്വാസം എന്തായിരുന്നു? ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ ദൈവത്തിന് സ്വയം ബലി കഴിക്കേണ്ടവനാണ്. അതുകൊണ്ട് ഒരു ദുഷ്പ്രേരണയ്ക്ക് ഞാൻ അതിന്റെ അടിമയാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് തന്നെ എനിക്ക് കിട്ടിയാലും, എന്ത് തന്നെ സമ്പത്ത് എനിക്ക് ലഭിച്ചാലും, എന്ത് തന്നെ ഉപഹാരങ്ങൾ എനിക്ക് ലഭിച്ചാലും ഞാനതിന് തയ്യാറല്ല എന്ന് മറുപടി പറയാനായിട്ടുള്ള വലിയ ധീരത കാണിച്ചതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭക്തൻ ശരിക്കും ദൈവഭക്തനായിരുന്നു, ദൈവത്തിൽ വിശ്വസിച്ചവനായിരുന്നു, ആഴമുള്ള വിശ്വാസം അവനെ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇത്രയും വയസ്സുകാലത്ത് അത്തരത്തിലുള്ള ഒരു ഭീഷണി അഭിമുഖീകരിക്കാൻ അവന് സാധിക്കുമായിരുന്നു. ആ ഇടർച്ചയെ അവൻ വഴിപെടുത്തില്ല. എന്താണ് അവൻ ചെയ്തത്? ദൈവ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവത്തിന് സാക്ഷ്യം വരിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ആരും ഇടർച്ച ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇടർച്ച വന്നാലും നമ്മളത് മനസ്സിലാക്കുന്നില്ല, ഇത് ഇടർച്ചയാണ്. എത്ര തരത്തിലുള്ള സംസാര രീതികളാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യാറുള്ളത്. ഓരോ അവസ്ഥകളിലും നമ്മൾ ഓരോ തരത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എന്നെ തന്നെ മാത്രമല്ല മറ്റുള്ളവരെയും ഇടർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ, നല്ല ജോലിയുള്ള ഒരു കുടുംബനാഥനാണ്. അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ ബാഗില് ഒരു കുപ്പി എപ്പോഴും റെഡിയാണ്. കുപ്പി എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? കേരളത്തിലെ കുപ്പി അനുവദനീയമാണോ? എന്താണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ? ഓക്കെ, ധ്യാനത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുപ്പി ഉണ്ടായി. 10 വയസ്സായ ഒരു മകൻ ആ വീട്ടിലുണ്ട്. എന്തോ സ്കൂളിൽ പോകുന്നു, വരുന്നു. അപ്പോൾ ഡാഡി വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് സംസാരിക്കും, ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴും ഈ കുടുംബനാഥൻ ഡാഡി ഈ കുപ്പി എടുക്കാറുണ്ട്, അതൊന്ന് കുറച്ചെടുത്തപ്പോൾ കഴിക്കാറുണ്ട്. ഒരു ദിവസം മകൻ സ്കൂളിൽ നിന്നും വീട്ടിൽ വന്നിരുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞിരുന്നു, ഏതൊരു മദ്യവും ഏതൊരു ആൽക്കഹോളും വിഷമാണ് മക്കളെ, അതുകൊണ്ട് അത് ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന്. പിറ്റേ ദിവസം മക്കളോടുകൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. പതിവ് പോലെ അവരുടെ ബാഗ് തുറന്നു, ബോട്ടിലെടുത്ത് ഒഴിച്ചു. അപ്പോൾ ഈ മകൻ പ്രത്യേകിച്ച് നോക്കിക്കൊണ്ട് തന്റെ ഡാഡിയോട് പറഞ്ഞു, ഇന്ന് എന്റെ ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? വിഷമാണ് മദ്യം. ഡാഡി, ഈ വിഷമാണോ എന്ന് കഴിക്കുന്നത്? എന്താ ഉദ്ദേശം എന്നൊക്കെ ആ ചെറിയ കുട്ടി 10 വയസ്സായ മകൻ ചോദിക്കുകയാണ്. ആ ഡാഡിയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നു. വളരെ അസ്വസ്ഥമായി എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഇത് കുടിച്ചാൽ നല്ല ഉറക്കം കിട്ടും, ആരോഗ്യത്തിന് നല്ലതാണ് മോനെ, കുഴപ്പമൊന്നുമില്ല. ടീച്ചർ പറഞ്ഞതാണോ അതല്ലെങ്കിൽ ഈ ഡാഡി എന്നെ പോറ്റുന്ന ഡാഡി, എനിക്ക് രക്തം പകർന്നു തന്ന എന്റെ സ്വന്തം ഡാഡി തന്നെ പറയുന്നതാണോ ഈ മകൻ വിശ്വസിക്കുക?
കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ദുഷ്പ്രേരണകളാണ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വലിയ ഉപകരണമാണ് ദേഷ്യം, കോപം. ഇപ്പോഴത്തെ ടീനേജേഴ്സൊക്കെ ഉപയോഗിക്കുന്ന വലിയൊരു ഉപകരണമാണ്. മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം അവരുടെ തന്നെ മിസ്കോൺഡക്ട്, അതിനെ മറച്ചു വെക്കാനായിട്ട് കോപം ഉപയോഗിക്കും. മാതാപിതാക്കൾക്കറിയാം ഞാനൊറ്റ മോനാണ്, അല്ലെങ്കിൽ ഒരൊറ്റ മോളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ അവരൊക്കെ ഒതുങ്ങിക്കോളും, ഒന്നാം ഉറക്കെ പറഞ്ഞാൽ മതി. ദേഷ്യം നമ്മൾ ഉപയോഗിക്കുന്നു, അത് മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ കൊടുക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റുള്ളവർക്ക് ഇടർച്ച പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ സുവിശേഷത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത് ഒരിക്കലും ഇടർച്ചയ്ക്ക് കാരണമാകരുത്, ദുഷ്പ്രേരണയ്ക്ക് കാരണമാകരുത്, ദുഷ്പ്രേരണ പങ്കുവയ്ക്കരുത്. അങ്ങനെ പങ്കുവയ്ക്കുന്നവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നും അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? തിരുവചനത്തിൽ ദുഷ്പ്രേരണ നൽകുന്നവർക്ക് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ആരെയും നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ആരെയും നിസ്സാരമായി അവൻ ചെറിയവൻ, ഇവൾ ചെറിയവൻ, അവൻ വലിയവൻ, അവൻ ധനികൻ, ഇത്തരത്തിലുള്ള തരംതിരിവുകൾ വളരെ മോശമായുള്ള ഒരവസ്ഥയാണ്. അവയെല്ലാം മറ്റുള്ളവരെ കുറിച്ച് ചീത്ത പറയാനും മറ്റുള്ളവരെ കുറിച്ചുള്ള വിധി പറച്ചിലുമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അവന് പണമില്ല, അവന്റെ അടുത്ത് പോയെന്താ കാര്യം, അവന് ധനമില്ല, അല്ലെങ്കിൽ ഇവളാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത്, അപ്പൊ അവന് പിന്നാലെ കൂടാം എന്നൊക്കെയുള്ള വലിയ ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ തരത്തിലുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നതല്ല ഇത്. ദൈവത്തിലേക്ക് ആനയിക്കാനായിട്ടുള്ള വഴിയല്ല ഇത്. സ്വന്തം ജീവിതത്തിലെ പ്രമാണങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം നൽകാതെ പാപത്തെ കുഴിയും സഹജീവികൾക്ക് ഇടർച്ച നൽകിയും ജീവിക്കുന്നത് വലിയ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കുടുംബത്തിൽ വളർന്നവരും ജീവിച്ചവരും ഒക്കെയാണ്. എത്രത്തോളം നമ്മൾ നല്ല പ്രേരണകൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വാക്കുകൾ മൂലം, പ്രവൃത്തികൾ മൂലം, നമ്മുടെ ബോഡി ലാംഗ്വേജ് മൂലം എത്രത്തോളം നമുക്ക് മറ്റുള്ളവർക്ക് നല്ല പ്രേരണകള്, നല്ല സൂചനകള്, നല്ല വാർത്തകള്, നല്ല സന്ദേശങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദമ്പതികൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, both are fighting. നല്ല മാതൃകയാണ് അല്ലേ? നല്ല മാതൃകയാണ്. ധാരാളം സംഭവിക്കുന്ന എത്രയോ മക്കള് ആ ഉദാഹരണം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര മക്കള് പതറിപ്പോകുന്നു, എത്ര മക്കള് നിരാശരായിട്ട് രൂപാന്തരപ്പെടുന്നു, എത്ര മക്കള് വളരെ മോശമായ അവസ്ഥയിലേക്ക് എടുത്തു ചാടുന്നു. അതുപോലെ തന്നെ അധികാര ദുർമോഹങ്ങൾ ഒക്കെ ധാരാളം നമ്മുടെ ജീവിതത്തിലുണ്ട്. അവയെല്ലാം മാറ്റിക്കളയാനായിട്ട്, പൂർണ്ണമായിട്ട് പിഴുതുകളയാനായിട്ട് നമുക്ക് സാധിക്കണം. ധ്യാനത്തിലൂടെ അത്തരത്തിലുള്ള ജീവിതമാണ് നമ്മൾ ഇതുവരെ നയിച്ചതെങ്കിൽ നമ്മൾ കൂടുതലും പ്രേരണകളാണ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. എന്റെ മക്കളോട് ഇത്തരത്തിലാണ് ഞാൻ പെരുമാറിയത്, അവരെ എപ്പോഴും മുഖത്തോടുകൂടെ കണ്ടു, അവരെ എപ്പോഴും അവരുടെ തെറ്റുകൾ മാത്രം ഞാൻ ചൂണ്ടിക്കാട്ടി, അവർക്കെതിരായി സംസാരിച്ചു, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെതിരായി സംസാരിച്ചു, എൻ്റെ ഭാര്യക്കെതിരായി ഞാൻ സംസാരിച്ചു, എൻ്റെ വൈദികനെതിരായി ഞാൻ സംസാരിച്ചു, സന്യസ്തർക്കെതിരായി ഞാൻ സംസാരിച്ചു, അതല്ലെങ്കിൽ ഞാനൊരു പുരോഹിതൻ എന്ന നിലയ്ക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാത്ത തരത്തിലുള്ള ജീവിതം നയിച്ചു, എൻ്റെ മൃഗങ്ങൾക്കെതിരായി ഞാൻ പ്രവർത്തിച്ചു. ഇതെല്ലാം ഇതിൽപ്പെടുന്നത് തന്നെയാണ്.
അപ്പോൾ നമുക്ക് സ്വർഗരാജ്യം അവകാശപ്പെടുവാനായിട്ടുള്ള ഒരു അധികാരമില്ല. ഓരോ ജീവിതാന്തസ്സിന്റെയും നിലപാട്, ഓരോ ജീവിതാന്തസ്സിന്റെയും മൂല്യങ്ങൾ നിലനിർത്താനായിട്ട് ഓരോ ജീവിതാന്തസ്സും വളരെ പരിശുദ്ധമാണ്. ഒന്ന് പരിശുദ്ധവും ഒന്ന് പരിശുദ്ധവുമല്ല എന്ന് പറഞ്ഞുള്ള ആ ഒരു വിവേചനത്തിന്റെ ആവശ്യമില്ല. എല്ലാം പരിശുദ്ധമായിട്ടുള്ള ജീവിതാന്തസ്സമാണ്. ഞാനൊരു ഏകസ്ഥനായാലും ഒരു പരിശുദ്ധമായിട്ടുള്ള അവസ്ഥ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഇവരെ ചൂണ്ടി ക്രിസ്തുനാഥൻ പറയുന്നു, എന്നെ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ആരെയും നിസ്സാരമായി കാണാതിരിക്കുവാൻ ശ്രമിക്കുവിൻ. കാരണം എന്റെ സ്വർഗീയ പിതാവിന്റെ മുഖം അവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ സദാ ദർശിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, കാണുകയാണ്. നമ്മൾ പറയാനുള്ള ചെയ്യുന്നു, ദൈവം എല്ലാം കാണുന്നു. സഹോദര സഹോദരി, നമ്മളോടുകൂടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഒരു നിമിഷം കാര്യങ്ങൾ ഉയർത്തി യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ യേശുവേ സ്തോത്രം, യേശുവേ യേശുവേ അനുഗ്രഹിക്കണമേ. എല്ലാ പാപാന്ധകാരങ്ങളിൽ നിന്നും മോചനം തരണമേ. സ്വർഗത്തിന്റെ അധികാരികളാക്കി മാറ്റുവാനായിട്ട്, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാക്കി മാറ്റുവാനായിട്ട് യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങയോടുകൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു തരത്തിലും പതറിപ്പോകാതെ, ഇടർച്ചകൾക്ക് കാരണമാകാതെ യേശുവേ ഞങ്ങളെ സംരക്ഷിക്കണമേ, രക്ഷയിലേക്ക് കൊണ്ടുപോകണമേ. യേശുവേ യേശുവേ അങ്ങയുടെ വിശ്വസ്തരായിട്ട് ജീവിക്കാനായിട്ട്, വിശ്വാസം കൊടുക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. യേശുവേ യേശുവേ മറ്റുള്ളവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട്, സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കണമേ. കർത്താവേ യേശുവേ 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 സ്തോത്ര കർത്താവേ, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ. സുഹൃത ജീവിതം വിശുദ്ധീകരണത്തിന്റെ ആചാരമാണ്. സുഹൃത ജീവിതം നയിക്കുവാനാണ് യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. തന്റെ കരങ്ങളാലാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത്. സുഹൃത ജീവിതം ഇതും വളരെ അത്യാവശ്യമാണ്. ദൈവരാജ്യം കരസ്ഥമാക്കുവാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇടർച്ചയ്ക്ക് കാരണമാകുന്ന സുഹൃത ജീവിതത്തിനെതിരാണ്. സുഹൃത ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ഉള്ള കഴിവിനെയാണ് പറയുന്നത് സുഹൃത ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതം, നമ്മൾ ആരാധിക്കുന്നത് ദൈവത്തെ ആയിരിക്കണം എന്നുള്ള വലിയ കൽപ്പന നമ്മൾ പാലിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? സുഹൃത്ത ജീവിതത്തിനാണ്, അതല്ലെങ്കിൽ എന്റെ സ്വാർത്ഥമായിട്ടുള്ള മോഹങ്ങൾക്കാണ്? നിർമ്മല ജീവിതം വഴി സഭയുടെ വിശുദ്ധീകരണം സാധിക്കുവാൻ ഓരോ ക്രൈസ്തവരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളവരാണ്. ഓരോ ക്രൈസ്തവരും ആ ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരുസഭയെ പഠിപ്പിക്കുന്നു. നിർമ്മല ജീവിതം വഴി. അപ്പൊ നിർമ്മല ജീവിതം വഴി എന്ന് പറയുമ്പോൾ തിരുവചനം അനുസരിച്ചിട്ടുള്ള ജീവിതം, ഉദാശകൾ അനുസരിച്ചിട്ടുള്ള ജീവിതം, അതുപോലെ കൽപ്പനകൾ അനുസരിച്ചിട്ടുള്ള ജീവിതം. അത് വ്യക്തവാക്യം പറയാൻ സ്നേഹം നിറഞ്ഞ ജീവിതം. സ്വയം നശിപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിന് നാശമാകുന്ന ഒരു അവസ്ഥയാണ് ചിലപ്പോൾ നമ്മൾ സുഹൃത ജീവിതം നയിക്കാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ, സുഹൃത ജീവിതം അല്ല നമ്മൾ ദത്തെടുത്തിരിക്കുന്നത് എങ്കിൽ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുക, നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുക. ഓരോ ആക്ഷനും റിഫ്ലക്ട് ചെയ്യുന്നത് ദൈവസ്നേഹമായി
നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവസ്നേഹം പ്രകാശമായി പുറത്തു വരണമെന്നുള്ളതാണ്. ഇപ്പോൾ ആക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ നമ്മൾ പറയാറുണ്ട്. ഇതല്ലാത്ത വെറുതെ നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഉടനെ തന്നെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വേറൊരു അവസ്ഥയിലായി മാറുന്നു. യൂദാസിനോട് പറഞ്ഞതുപോലെ ആ അപകർഷണം പിശാചിനെയാണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന രക്തവും മാംസവും പാപത്തിന് വഴിയാകുന്നുണ്ടെങ്കിൽ, പാപം നിറഞ്ഞ ഒരവസ്ഥയിലാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ വിശ്വാസ സ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും അത് ഉണ്ടായിരിക്കുകയില്ല എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കണം. ആ ആക്ഷൻ റിഫ്ലക്ട് ചെയ്യുന്നത് സ്നേഹമായിരിക്കണം, ആത്മാർത്ഥതയായിരിക്കണം, ത്യാഗ മനോഭാവമായിരിക്കണം. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരുവന് ഇടർച്ച